ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാമത്തെ ഭരണത്തിൻ്റെ ആദ്യ 9 മാസത്തിനുള്ളിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഏകദേശം 75,000 അനധികൃത കുടിയേറ്റക്കാരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്തെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. UC ബെർക്ലിയിലെ ഡിപ്പോർട്ടേഷൻ ഡാറ്റ പ്രൊജക്റ്റ് ശേഖരിച്ച കണക്കുകൾ പ്രകാരം ഇതാകെ അറസ്റ്റിലായ 2,22,000 പേരിൽ മൂന്നിലൊന്നിലധികമാണ്. ട്രംപിൻ്റെ രണ്ടാമത്തെ ഭരണത്തിൻ്റെ ആദ്യ 7 മാസത്തിനുള്ളിൽ ഏകദേശം 2 ലക്ഷം പേരെ ICE നാടുകടത്തി. ഇതിനോടൊപ്പം CBP, കോസ്റ്റ് ഗാർഡ് നടപടികളും 17,500 സ്വയം നാടുകടത്തലുകളും ചേരുമ്പോൾ ആകെ പുറത്താക്കപ്പെട്ടവരുടെ എണ്ണം ഏകദേശം 3.5 ലക്ഷം വരും. റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിദിനം ശരാശരി 824 അറസ്റ്റുകളാണ് നടന്നത്. ഇത് ഭരണകൂടത്തിൻ്റെ പ്രതിദിനം 3000 അറസ്റ്റുകൾ എന്ന ലക്ഷ്യത്തേക്കാൾ വളരെ കുറവാണ്. ബോർഡർ പെട്രോൾ അറസ്റ്റ് ചെയ്തവരുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. ട്രംപിൻ്റെ ഭരണകാലത്ത് ബോർഡർ പെട്രോളിന് വലിയ പ്രാധാന്യം ലഭിക്കുകയും രാജ്യത്തുടനീളം കുടിയേറ്റക്കാരെ പിടികൂടുന്നതിൽ അവർ മുൻപന്തിയിൽ എത്തുകയും ചെയ്തു. മറ്റ് വിശകലനങ്ങളും സമാനമായ പ്രവണതകളാണ് സൂചിപ്പിക്കുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ആഭ്യന്തര രേഖകൾ അനുസരിച്ച് അടുത്തിടെ നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ ബോർഡർ പെട്രോൾ അറസ്റ്റ് ചെയ്തവരിൽ 1/3 താഴെ മാത്രമാണ് ക്രിമിനലുകളായി മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നവംബർ പകുതിയോടെ ICEയും ബോർഡർ പെട്രോളും ചേർന്ന് അറസ്റ്റ് ചെയ്ത ഏകദേശം 65,000 പേരിൽ 73% മുൻ ക്രിമിനൽ ശിക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ശിക്ഷിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ട്രാഫിക് നിയമലംഘനങ്ങൾ പോലുള്ള ചെറിയ കുറ്റങ്ങൾ ചെയ്തവരാണെന്ന് ട്രാക്ക് ഇമിഗ്രേഷൻ ഡാറ്റാബേസ് പറയുന്നു. ഏറ്റവും മോശം ക്രിമിനലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഡാറ്റ കാണിക്കുന്നത് ഭൂരിഭാഗം അറസ്റ്റുകളും സിവിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചവരെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. റെക്കോർഡ് എണ്ണം അറസ്റ്റുകളും നാടുകടത്തലുകളും എന്ന ട്രംപ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിനിടയിൽ കുടിയേറ്റ ഉദ്യോഗസ്ഥർ അമേരിക്കൻ പൗരന്മാരെയും കുട്ടികളെയും പോലും തടവിലാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ലാറ്റിനുകളെ ലക്ഷ്യമിട്ട് വംശീയ വിവേചനം നടത്തിയെന്നും ഏജന്റുമാർക്കെതിരെ ആരോപണങ്ങളുണ്ട്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നിയമം ജൂലൈയിൽ ഒപ്പുവെച്ചതോടെ ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിരോധനം ശക്തമാക്കുകയാണ്. ഈ നിയമം ICEക്കും ബോർഡർ പെട്രോളിനും 4 വർഷത്തേക്ക് ഏകദേശം $170 ബില്യൺ നൽകുന്നുണ്ട്. ഇത് അതിർത്തി സുരക്ഷയ്ക്കും നാടുകടത്തലിനും നൽകുന്ന ഏറ്റവും വലിയ ധനസഹായമാണ്. ICEയുടെ വാർഷിക ബജറ്റ് ഏകദേശം $8 ബില്യൺ നിന്ന് 3 ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ വ്യാപകമായ നടപടികൾ സമൂഹങ്ങളിലും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിലും ഉടനടി ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിർമ്മാണം, കൃഷി തുടങ്ങിയ കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്ന വ്യവസായങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ് നേതാക്കൾ, യാഥാസ്ഥിതിക ഗ്രൂപ്പുകൾ പോലും ഈ വിവേചനരഹിതമായ റെയ്ഡുകൾ സാമ്പത്തിക സ്ഥിരതയെ ദോഷകരമായി ബാധിക്കുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡിപ്പോർട്ടേഷൻ ഡാറ്റ പ്രൊജക്റ്റിൻ്റെ നിയമപരമായ ഇടപെടൽ കാരണമാണ് ഈ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായത്. ട്രംപ് ഭരണകൂടം മുമ്പ് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകിയിരുന്ന സംവിധാനങ്ങൾ നിർത്തലാക്കുകയും ചില സന്ദർഭങ്ങളിൽ കുടിയേറ്റക്കാരും പൗരന്മാരും തമ്മിലുള്ള കുറ്റകൃത്യ നിരക്കുകൾ താരതമ്യം ചെയ്യുന്ന ഡാറ്റ സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു.